ഹായ് ഫ്രണ്ട്സ്, മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ഫിഷ് ബിരിയാണിയാണ്. ആദ്യമായി നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫിഷ് മസാല 1.5 സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 സ്പൂൺ, 1.5 സ്പൂൺ കുരുമുളക് പൊടി, ഒരു നാരങ്ങ, ആവശ്യത്തിന് ഉപ്പ്, 700 ഗ്രാം ഓലക്കൊടിയൻ മീൻ എന്നിവയാണ്. ഫിഷ് ഞാൻ നന്നായി കഴുകി വലിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനൊരു ബൗളിലേക്ക് എടുത്തു വെച്ചിരുന്ന കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു, ഫിഷ് മസാല ഇട്ട് കൊടുത്തു, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇനി ഫിഷിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മിക്സ് ഫിഷിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഫിഷ് ഞാൻ 1 മണിക്കൂർ നേരം വച്ചിരുന്നു. ഇനി നമുക്ക് ഈ ഫിഷ് പൊരിച്ചെടുക്കാം. അതിനായി ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോ പീസുകൾ എടുത്തു വെച്ച് കൊടുക്കാം. ഫിഷിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. ഫിഷ് ഞാൻ മൊത്തം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫിഷിലേക്ക് ചേർക്കുന്നതിനുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 3 സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചി 1 പീസ്, 8 പീസ് വെളുത്തുള്ളി, പുതിനയില, മല്ലിയില, റോസ്മേരി ഇല, 2 പച്ചമുളക്, 2 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, നെയ്യ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ബൗള് തൈര്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഒരു നാരങ്ങ എന്നിവയാണ്. നമുക്ക് ഫിഷ് പൊരിച്ചെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ സവാള ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് റോസ്മേരി ഇല ഇട്ട് കൊടുക്കാം, പുതിനയില ഇട്ട് കൊടുക്കാം, മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലെ വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 ഗ്രാമ്പു, 4 തക്കോലം, 3 പീസ് കറുവപ്പട്ട, 5 ഏലക്ക, കുറച്ച് കുരുമുളക്, കുറച്ച് പെരിഞ്ജീരകം, 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3 ബേ ലീഫ്, 1 കിലോ ബസ്മതി റൈസ് എന്നിവയാണ്. ആദ്യമായി നമുക്ക് സ്റ്റൗവിലേക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ 2.5 ലിറ്റർ വെള്ളം എടുത്ത് വെച്ച് കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം, തക്കോലം ഇട്ട് കൊടുക്കാം, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം, ബേ ലീഫ് ഇട്ട് കൊടുക്കാം, കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം, ഏലക്ക ഇട്ട് കൊടുക്കാം, പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം, കുരുമുളക് ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ബിരിയാണിയിലേക്ക് ചേർക്കാനുള്ള കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബിരിയാണിയിലേക്ക് ചേർക്കാനുള്ള സവാള കുറച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. സവാള റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഒരടപ്പ് കൊണ്ട് മൂടി വയ്ക്കാം. റൈസ് 10 മിനിറ്റ് നേരം ഇരുന്ന് വേവട്ടെ. ഇനി നമുക്ക് റൈസിൻ്റെ മൂടി എടുത്തു മാറ്റാം. നമ്മുടെ റൈസ് ഒരു 90% വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. നമ്മൾ റൈസ് ഉണ്ടാക്കിയ അതേ പാത്രം തന്നെയാണിത്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഗ്രേവി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ ഗ്രേവിയിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷിന് മുകളിലേക്ക് ഗ്രേവി ഒന്ന് ചെറുതായി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിന് മുകളിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിരുന്നു. നമുക്ക് ഇത് റൈസിന് മുകളിൽ ചെറുതായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വച്ചിരുന്ന സവാള സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും പൊരിച്ച് വെച്ച ഫിഷ് പീസുകൾ എടുത്ത് നിരത്തി കൊടുക്കാം. അതിന് മുകളിലേക്ക് വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ആദ്യത്തെ പോലെ വീണ്ടും നമുക്ക് ഫിഷ് പീസുകൾ വെച്ച് കൊടുക്കാം. സവാള റോസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. മഞ്ഞൾ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. പുതിനയില ഇട്ട് കൊടുക്കാം. സവാള റോസ്റ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടും കിസ്മിസും റോസ്റ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾ വെള്ളം കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് കൊണ്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് നേരം നമുക്ക് മൂടി മാറ്റാതെ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഒരു സലാഡ് റെഡിയാക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മല്ലിയില, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഉപ്പ് പാകത്തിന്, 2 പച്ചമുളക്, 2 കപ്പ് തൈര് എന്നിവയാണ്. ആദ്യമായി നമുക്ക് ഈ തൈരിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഇനി നമ്മുടെ ബിരിയാണിയുടെ മുകളിൽ നിന്ന് കുറച്ച് റൈസ് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബിരിയാണിയിൽ നിന്ന് ഫിഷ് പീസുകൾ എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ച റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫിഷ് ബിരിയാണി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ.